ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീട്ടിലെ പച്ചമുളക് നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് കൃഷി ചെയ്യാൻ നോക്കുക. അപ്പം ഈ കാണുന്നത് ഞാൻ വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പച്ചമുളകാണ്. അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന അതേ ക്വാളിറ്റി പച്ചമുളക് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് വരും. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴത്തേക്ക് മിക്കവാറും എല്ലാ കടകളിൽ നിന്ന് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞാലും ഈ വിഷമടിച്ചതും അതുപോലെ ഒരുപാട് മായം ചേർത്തൊക്കെയാണ്. കാരണം അത് പച്ചയായിട്ടിരിക്കാനും നശിച്ചു പോകാതിരിക്കാനൊക്കെ ഇവർ മായം ചേർക്കാറുണ്ട്. അത് നമ്മളെപ്പോഴും കഴിക്കാൻ നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നമാണ് കേട്ടോ. അപ്പം നമുക്ക് ചെറിയ ഒരു രീതിയിൽ നമുക്ക് ഈ വീഡിയോ കാണുന്ന രീതിയിൽ ഞാൻ പറയുന്ന രീതി ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു പച്ചമുളക് കൃഷി നമുക്ക് വീട്ടിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ നല്ല കായും നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നല്ല തൈകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ഒന്നുകിൽ നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങുക, അല്ലെങ്കിൽ വിത്ത് വാങ്ങി നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ കാണുന്ന പച്ചമുളക് ഞാൻ കരിയിലേക്കകത്താണ് വെച്ചേക്കുന്നത്. അതായത് നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല, അത് നമ്മുടെ കരിയില ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ ഏത് മരങ്ങളായിക്കോട്ടെ അതിൻ്റെ കരിയിലയും കുറച്ച് മണ്ണും കുറച്ച് ചാണകവും നമുക്ക് അടിസ്ഥാനമായിട്ടുള്ള വളങ്ങൾ, ജൈവവളങ്ങൾ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതിനകത്ത് തൈ നടാം. അല്ലെങ്കിൽ നമ്മൾ ഒരു സീഡിങ് ട്രേക്കകത്ത് നമുക്ക് തൈ പാകി കിളിപ്പിച്ചിട്ട് ഇതിലോട്ട് മാറ്റി നടാം. ഏകദേശം ഒരു 40 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ രീതിയിലുള്ള ഫ്ലവറിങ് ആവും. അതിനുശേഷം ചെറിയ ചെറിയ കാ പിടിക്കാൻ തുടങ്ങും. നമുക്ക് 1 മാസം, ക്ഷമിക്കണം, 1.5-2 മാസം കൊണ്ടൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് മുളക് പറിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഞാനിതിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മൾ ജൈവവളങ്ങൾ നമ്മൾ അടിവളമായിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ചാണകം കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കുണ്ട്, അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഫോളിയർ സ്പ്രേ, അതായത് 19-19-19 എൻ്റെ വീഡിയോകളൊക്കെ ശ്രദ്ധിക്കുന്നവർക്കറിയാം, ഞാൻ നല്ല രീതി ഈ 19-19-19 നമ്മുടെ ചെടികളോട് കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഫോസ്ഫറസും പൊട്ടാഷ് അതുപോലെ നൈട്രജൻ ചെടിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നല്ല രീതിയിൽ അത് ചെടിക്ക് വളരാനുള്ള എല്ലാ കരുത്തും മൂലകങ്ങളും ഈ 19-19 കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ 1 ടീസ്പൂൺ എപ്സം സാൾട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടികൾക്കെല്ലാം ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോഴത്തേക്ക് ഈ മൈക്രോ ന്യൂട്രിയൻറ്റ് നമ്മൾ ചെടികൾ കൊടുക്കാറുണ്ട്. ഈ രീതി കൃഷി ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ വളരും. ഇപ്പം നിങ്ങൾ ഇതേപോലെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കൃഷി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ വീട്ടിലത്തെ പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ മേടിക്കുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് നമ്മുടെ ഗ്രോ ബാഗിലിട്ട് കൊടുത്താൽ മതി. അപ്പം നമുക്ക് അത്യാവശ്യം വീട്ടിലോട്ട് പറിക്കാനുള്ള മുളക് കിട്ടും. പക്ഷേ ഇത്രയും ഒരുപാടെണ്ണം കിട്ടുമെന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജൈവ വളത്തിൽ ഒരിക്കലും പൊട്ടാഷ് അളവ് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് പൊട്ടാഷ് ഞാൻ ഫോളിയറായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് പൊട്ടാഷ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം സൾഫേറ്റാണ്. പൊട്ടാസ്യം സൾഫേറ്റോ പൊട്ടാസ്യം നൈട്രേറ്റോ നമുക്ക് ഉപയോഗിക്കാം. എന്നിലുള്ള പൊട്ടാസ്യം സൾഫേറ്റാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം സൾഫർ കുറച്ചും കൂടെ കീട നിയന്ത്രണത്തിനൊക്കെ, ചെടികളുടെ ഉപാജയ പ്രവർത്തനത്തിനൊക്കെ സൾഫർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊട്ടാസ്യം സൾഫറും കൂടെ ചേർന്ന് പൊട്ടാസ്യം സൾഫേറ്റാണ് ചെടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഏതൊരു ചെടി ആയിക്കോട്ടെ, ഇപ്പം നമ്മൾ മുളകാണല്ലോ പറയുന്നത്, മുളക് ചെടി നല്ല രീതിയിൽ നമുക്ക് ഒരു വളർച്ച ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് നമ്മുടെ വീട്ടിലോട്ടുള്ള കൃഷി ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാനും പറ്റും. പിന്നെന്ന് പറഞ്ഞാൽ കീടനാശിനികളൊന്നും തന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കേണ്ട. അതായത് ചെടികളുടെ ഇലയിൽ അല്ലാതെ നമ്മൾ അതിൻ്റെ കായ്ക്കകത്ത് കീട നിയന്ത്രണത്തിനുള്ള മാർഗ്ഗങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ വേപ്പെണ്ണ, നമ്മുടെ വേപ്പെണ്ണ മേടിക്കുക, അതിനകത്ത് നമ്മൾ അത് ഒന്ന് ലയിപ്പിച്ച് നേർപ്പിച്ചടിച്ചു കൊടുത്താൽ മാത്രം മതി. അടുത്ത വീഡിയോയിൽ എങ്ങനെയാണെങ്കിലും നമ്മൾ വളമിടുന്ന രീതികളൊക്കെ ഞാൻ വിശദീകരിക്കാം കേട്ടോ. അപ്പം മുമ്പും വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, തുടർന്നും ചെയ്യും. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു.